ഹായ് എവ്രി വൺ, ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. GNM നഴ്സ് ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും കുറഞ്ഞ സ്കോറിൽ എങ്ങനെയാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഡെസ്മ ഇൻ്റർനാഷണൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല കാൻഡിഡേറ്റും നമ്മളടുത്ത് എൻക്വയറി ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്ന ഒരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട് നമ്മളോട് സജഷൻസ് ചോദിക്കാറുണ്ട്. സോ ആ ഒരു ടൈമിൽ GNMസിന് ലെസ് ദാൻ 5 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സിന് നമ്മുടെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡെസ്മ ഇൻ്റർനാഷണൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രി ആയ മാൾട്ടയിലേക്കുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ GNM വിത്ത് 3 years എക്സ്പീരിയൻസ് ആസ് RN ഉള്ള നഴ്സസ് ആണെങ്കിൽ അവർക്ക് മാൾട്ടയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രിഡൻഷ്യൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് മാൾട്ടയിലെ നഴ്സിംഗ് കൗൺസിലുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ, ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് ഇക്വലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെരിഫിക്കേഷനാണ് ക്രിഡൻഷ്യൽ വെരിഫിക്കേഷൻ. അത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 to 3 months ഒക്കെയാണ് ടൈം എടുക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. കാൻഡിഡേറ്റിന് ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടും. ആ ഡിസിഷൻ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണമെന്നായിരിക്കും. ഈ ഒരു ബ്രിഡ്ജിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു കൺട്രിയിലും ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സ് പോയി വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോഴ്സോ ചെയ്യേണ്ടതുണ്ട്. സോ മാൾട്ടയിലെ ഒരു കോഴ്സാണ് ചെയ്യേണ്ടത്, ബ്രിഡ്ജിങ് കോഴ്സ് ആണുള്ളത്. അത് അവിടെ പോയി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ബ്രിഡ്ജിങ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 to 8 months ആണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരുന്നൊരു കോഴ്സ് ആണെങ്കിൽ കൂടി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇടുന്നത് 70% എമൗണ്ട് റീഫണ്ട് കിട്ടാൻ വേണ്ടിയാണ്. പലർക്കും അറിയായിരിക്കും, വേറെ കൺട്രി ആയ ന്യൂസിലൻഡിലൊക്കെ ഇതുപോലെയുള്ള ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ്റും ട്യൂഷൻ ഫീസ് റീഫണ്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. സോ ആ ഒരു സിസ്റ്റം തന്നെയാണ് മാൾട്ടയും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ബ്രിഡ്ജിങ് കോഴ്സിന് സ്പെൻഡ് ചെയ്യുന്ന ട്യൂഷൻ ഫീസിൻ്റെ 70% നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. സോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് അവിടെ ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ആ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിൽ അത് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി മെയിനായിട്ട് വരുന്നൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് സ്കോറാണ്. പലർക്കും ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യത്തിലാണ് വേറെയുള്ള യൂറോപ്യൻ കൺട്രിയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ മടിയായിട്ട് വരുന്നത്. കാരണം അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് പല കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ മാൾട്ടയുടെ കേസ് നോക്കുമ്പോൾ IELTSഉം OETയും ആക്സെപ്റ്റഡ് ആണ്. IELTS അക്കാഡമിക് ആണ് അവർ ചോദിക്കുന്നത്. സ്കോർ ഓവറോൾ 6 മതി, മിനിമം 5.5 എങ്കിലും ആവശ്യമാണ്. OET നോക്കുകയാണെങ്കിൽ സ്പീക്കിങ്ങിന് Bയും ബാക്കി എല്ലാ മൊഡ്യൂൾസും C+ ആൻഡ് ഓവറോൾ C+. സോ ചെറിയൊരു സ്കോറാണ് മാൾട്ടയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ആവശ്യമുള്ളത്. GNMs ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ സ്കോറിൽ യൂറോപ്യൻ കൺട്രി ആയ മാൾട്ടയിൽ സെറ്റിൽ ആവാനും പറ്റും. 6 to 8 months ആണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മുതൽ 9 മാസം വരെയുള്ള സ്റ്റേ ബാക്കും കിട്ടുന്നതാണ്. ഈ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് RN ജോബ് സെക്യൂർ ആക്കാനായിട്ട് സാധിക്കും. കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 20 hours per week ആണ് പാർട്ട് ടൈം ജോബ് അലോ ചെയ്തിരിക്കുന്നത്. മാൾട്ടയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന നഴ്സിന് മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്കും ഈസിയായി മൈഗ്രേറ്റ് ചെയ്യാം. പലരും കേട്ടിട്ടുണ്ടാവും മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ UK ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത്. സോ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. GNMസിന് വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. GNM വിത്ത് 3 year മിനിമം എക്സ്പീരിയൻസ് ഉള്ള നഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏജും ഇതിനൊരു ബാരിയർ ആയിട്ട് വരുന്നില്ല. ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് മാൾട്ടയുടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതി ഒത്തിരി നഴ്സസ് നമ്മളെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അവർക്കൊക്കെ ഇതൊരു ഹാപ്പി ന്യൂസാണ്. സോ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രി ആയ മാൾട്ടയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.